പൊന്നോണ തുമ്പി, പൂവാലി തുമ്പി എന്ന് പറയുന്ന സാധനം നമ്മൾ എല്ലാവരും തെറ്റിച്ച് പാടുന്നതാണ്. തുമ്പി പൂവാലി തുമ്പി എന്നാണ് എല്ലാവരും പാടുന്നത്. ശരിക്കും അത് പൊന്നോല തുമ്പിൽ പൂവാലി തുമ്പി എന്നുള്ളതാണ് പാട്ടിന്റെ വരികൾ. ചിലരിപ്പോ ഞാൻ ഇട്ട വീഡിയോ കണ്ടിട്ട് ചിലർ പറയുന്നുണ്ട്, ബ്രോ കേൾക്കുമ്പോൾ പൊന്നോല തുമ്പിൽ കഴിഞ്ഞിട്ട് പൂവാലി തുമ്പിൽ എന്ന് തന്നെയാണ് വീണ്ടും കേൾക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഇനിയിപ്പോ അങ്ങനെയാണോ എന്ന് വരെ എനിക്ക് കൺഫ്യൂഷൻ തോന്നിപ്പോയി. അല്ല, ഇടയ്ക്കൊക്കെ ടങ് സ്ലിപ്പ് വരുന്ന ചില പാട്ടുകളുണ്ട്. ഇപ്പൊ ഗന്ധർവ വീണയാക്കൂ നീ ദേവി, ആ പാട്ടില് ഗന്ധർവ അത് യേശുദാസാണ് ശരിക്കും. അത് ഒതുക്കി പാടിയതുമാണ്, പക്ഷെ ടങ് സ്ലിപ്പും ആവാം. പക്ഷെ ഞാനത് കേട്ടിട്ടുള്ള അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. ഈ എന്നുള്ള വാക്ക് ഉച്ചരിക്കുമ്പോൾ ആ പാട്ട് അല്ലാതെ ഗന്ധർവ എന്ന് പറയുമ്പോൾ ഉള്ളൊരു ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഗന്ധർവ എന്ന് പാടുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് പുള്ളി അങ്ങനെ പാടിയത്. ഈ യേശുദാസിന്റെ കാര്യം പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കളകളം ഒഴുകുമോ ഒരു അരുവിയിലെ അലകളിൽ ഒരു കുളിയിൽ ഒരു പുളകം. ഈ സാധനം സ്പീഡിന് പാടിയിരിക്കുന്നത് യേശുദാസിന് പാടാൻ കൊടുത്തിട്ട് പാടാൻ പറ്റിയില്ല. ഒടുവിൽ ഔസേപ്പച്ചൻ സാറ് തന്നെയാണ് ഈ സാധനം പാടിയെന്ന് പുള്ളി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ എന്തൊക്കെയാണ് പിന്നണി ഗാന ഏരിയയിൽ തമ്മിലുള്ള കോമ്പിനേഷൻസും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറ്? അതായത് ഈ രാവണപ്രഭു സിനിമയിലെ പാട്ടുണ്ടല്ലോ, ആകാശദീപങ്ങൾ സാക്ഷി, സുരേഷ് പീറ്റേഴ്സ് ആണ് അതിന്റെ മ്യൂസിക്. അതെ. അപ്പൊ അതിന്റെ എന്താണ്, അതില് അറിയാതെ പാട്ടുണ്ട്, പി ജയചന്ദ്രൻ സാറാണ് പാടിയിരിക്കുന്നത്. അപ്പൊ അത് പാടാൻ പുള്ളി വരികയും അപ്പൊ അന്ന് വൈകിട്ട് തന്നെ ഈ യേശുദാസ് പാടുന്ന ഈ പാട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ പി ജയചന്ദ്രൻ സാർ പാടി കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും സുരേഷ് പീറ്റേഴ്സും രഞ്ജിത്തും ഒരു ടെൻഷനിലായിരുന്നു. അപ്പോൾ പുള്ളി എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ വൈകിട്ട് ദാസേട്ടന്റെ പാട്ടുണ്ട്, അപ്പോൾ അതിന് ട്രാക്ക് പാടാനുള്ള ആൾ ഇതുവരെ എത്തിയിട്ടില്ല. കാരണം ദാസേട്ടൻ ഇന്ന് പാടിക്കഴിഞ്ഞ് പുള്ളി അമേരിക്കയ്ക്ക് പോകും, പുള്ളി പിന്നെ അടുത്ത കാലത്തൊന്നും തിരികെ വരില്ല. അപ്പം ഇന്ന് എന്തായാലും പാടിക്കണം, അപ്പോൾ ട്രാക്ക് പാടാൻ ആളില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പി ജയചന്ദ്രൻ പറഞ്ഞു ഞാൻ വേണേൽ പാടാമെന്ന് പറഞ്ഞപ്പോൾ ഇവരെ ആകപ്പാടെ ഞെട്ടുപോയി. കാരണം പുള്ളി യേശുദാസ് രണ്ടുപേരും ഏകദേശം ഒരു ഈക്വൽ ലെവലിൽ നിൽക്കുന്ന ആളാണ്. അപ്പം പുള്ളി യേശുദാസിന് വേണ്ടി ജയചന്ദ്രൻ ട്രാക്ക് പാടുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പം ഇവര് അത് സാരമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഓക്കെ, എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് ഈ പി ജയചന്ദ്രൻ സാർ പറയുകയും അങ്ങനെ പുള്ളിയെ കൊണ്ടിട്ട് ട്രാക്ക് പാടിക്കുകയും ചെയ്തു. അതിനുശേഷം ആ പാട്ടിന് യേശുദാസിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ആ പാട്ടിൽ ദാസേട്ടൻ അന്ന് പാടി കഴിഞ്ഞിട്ട് പോയി അമേരിക്കയ്ക്ക് പോയി. പക്ഷെ അതിനുശേഷം അതിൽ ഒരു അക്ഷരത്തിന് എന്തോ ഒരു പ്രശ്നം, ക്ലാരിറ്റി ഇഷ്യൂ എന്തോ ഒരു പ്രശ്നം കാരണം പി ജയചന്ദ്രൻ സാർ പാടിയതിൽ നിന്നുള്ള ആ ഒരു അക്ഷരം ഈ പാട്ടിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര രസമാണ്. അത് ശരിക്കും ഈ രവി മേനോൻ എന്ന് പറഞ്ഞൊരു പുള്ളി പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാം ഞാൻ ഈ പറയുന്നതെല്ലാം ഇന്റർവ്യൂസിലും പലരും പറഞ്ഞു കേട്ടതും എവിടെയെങ്കിലും വായിച്ചതായിട്ടുള്ള അറിവുകളൊക്കെയാണ്. അപ്പോൾ അതിൽ ഹൃദയത്തിൽ എന്ന് പറയുന്ന അനുപല്ലവി, ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അപ്പൊ അതിൽ ഹൃദയത്തിലിന്റെ ഇൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഇൽ മാത്രം ജയചന്ദ്രന്റെ സൗണ്ടാണ്. ഓ, അത്രയും ഭയങ്കര ഒബ്സർവേഷൻ ഇല്ലെങ്കിൽ അത് കേട്ടതിന് ശേഷം നമ്മൾ പോയി ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. അതെ അതെ, ഞാനത് ഈ പുള്ളിയുടെ ഈ പാട്ട് എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സാധനം അറിഞ്ഞതിന് ശേഷം ഇത് എവിടെയാണെന്ന് തപ്പി ആ പാട്ട് മൊത്തം കേട്ട് വീണ്ടും കേട്ടിട്ടാണ് ആ ഒരു ഇല്ലിൽ നമ്മൾ ജയചന്ദ്രന്റെ ഒരു വെയിറ്റ് അറിയാമല്ലോ. പെട്ടെന്ന് ഹൃദയത്തിൽ